ഹായ് എവരി വൺ. ഞാനേ ഇതിനു മുമ്പ് ഒരു 3 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഇംഗ്ലീഷിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. PSCക്ക് ഇംഗ്ലീഷിൽ എന്തൊക്കെയാണ് ചോദിക്കുക എന്നുള്ളതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു. പക്ഷേ അതെനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ്, അത് ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ ഒരു എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ആ ഫുഡ് സേഫ്റ്റി ലോ സിലബസിലുള്ള ആക്ടിനെ കുറിച്ചിട്ട് പറയാം. അപ്പോൾ ആ ആക്റ്റിൽ കുറേ ഡെഫിനിഷൻസ് ഉണ്ട്, അല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡെഫിനിഷൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡെഫിനിഷൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനത് പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഡെഫിനിഷൻസ് ആദ്യം തന്നെ എന്താണ് ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് എന്താണെന്ന് നോക്കാം. അത് 2006 ഓഗസ്റ്റ് 23 പ്രാബല്യത്തിൽ വന്നത്. അത് ഇന്ത്യയിൽ മൊത്തം എല്ലാ സ്ഥലത്തും അത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ആക്ട് പ്രകാരമായിരിക്കണം ഫുഡ് സേഫ്റ്റി ആക്ട് പ്രകാരമായിരിക്കണം ഈ ഫുഡിന് റിലേറ്റഡുള്ള എല്ലാ കാര്യങ്ങളും നടപ്പാക്കേണ്ടത്. അപ്പോൾ ഈ ആക്ടിനെ വിളിക്കുന്ന പേരാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് ഓഫ് 2006. ഡേറ്റ് ഓർത്ത് വെച്ചോളൂ, ഓഗസ്റ്റ് 23 അത് പ്രാബല്യത്തിൽ വന്നത്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ദ ഹോൾ ഓഫ് ഇന്ത്യ. അത് ഇന്ത്യ മൊത്തം, ഇന്ത്യയിൽ എല്ലാവരും അത് അനുസരിക്കണം. ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇതനുസരിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ അതിൽ കുറേ ഡെഫിനിഷൻസ് ഉണ്ട്. അപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ ഈ ഡെഫിനിഷൻ തന്നിട്ട് ചോദിക്കും ഇത് എന്തിൻ്റെ ഡെഫിനിഷനാണ് എന്ന് ചോദിക്കും. അപ്പോൾ ഞാനത് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യമായിട്ട് ഡെഫിനിഷൻ ചാപ്റ്റർ 1 ആണ് കേട്ടോ. ഇത് ഡെഫിനിഷൻസിൽ ഫസ്റ്റ് വൺ ഈസ് ദ അഡൾട്ടറൻറ്റ്. അത് പറഞ്ഞാൽ എന്താണ്? മായം ചേർക്കൽ. അഡൾട്ടറൻറ്റ് മീൻസ് എനി മെറ്റീരിയൽ വിച്ച് ഈസ് ഓർ കുഡ് ബി എംപ്ലോയിഡ് ഫോർ മേക്കിംഗ് ദ ഫുഡ് അൺസേഫ് ഓർ സബ്സ്റ്റാൻഡേർഡ് ഓർ മിസ് ബ്രാൻഡഡ് ഓർ കണ്ടെയ്നിങ് എക്സ്ട്രേനിയസ് മാറ്റർ. അതായത് നമുക്കിപ്പോൾ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് കല്ലോ എന്തെങ്കിലുമൊക്കെ ചേർക്കാം. അതുപോലെ കളർ കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം മുളക് പൊടി, ഫോർ എക്സാമ്പിൾ മുളക് പൊടിയുടെ കളർ കൂട്ടാൻ വേണ്ടി ഇഷ്ടികപ്പൊടി ചേർക്കണമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ഇതെല്ലാം എന്തിൽ വരും? അഡൾട്ടറൻറ്റ്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹത്തിന് മോശമാണ്, നമുക്ക് ഇറ്റ് ഈസ് അൺസേഫ് ആണ്. അത് ആ ഫുഡ് അൺസേഫ് ആണ്, സബ്സ്റ്റാൻഡേർഡ് ആണ്, അതായത് സ്റ്റാൻഡേർഡിൽ കുറവാണ്, അതുപോലെ മിസ് ബ്രാൻഡഡുമാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ, അഡൾട്ടറൻറ്റ്. അഡൾട്ടറൻറ്റ് മീൻസ് എന്താണ്? മായം ചേർക്കൽ. അപ്പോൾ അതെങ്ങനെയൊക്കെ ആവാം? എനി മെറ്റീരിയൽ വിച്ച് കുഡ് ബി ആഡഡ് ഫോർ മേക്കിംഗ് ദ ഫ്ലേവർ, കളർ എറ്റ്സെട്ര ആൻഡ് ഇറ്റ് മേക്സ് എ ഫുഡ് അൺസേഫ്. സെക്കൻഡ് വൺ, അപ്പം നമ്മൾ ആൽഫബറ്റിക് ഓർഡറിലാണ് ഡെഫിനിഷൻസ് പറയാൻ പോണത്. ഫസ്റ്റ് വൺ ഈസ് അഡൾട്ടറൻറ്റ്, സെക്കൻഡ് വൺ ഈസ് അഡ്വർടൈസ്മെൻറ്റ്. എല്ലാവർക്കും അറിയാം അല്ലേ? അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പരസ്യം. അപ്പോൾ ഈ പരസ്യം നമുക്ക് ഏതൊക്കെ വിധത്തിൽ കൊടുക്കാം? പല വിധത്തിൽ കൊടുക്കാം. പേപ്പറിലാക്കി കൊടുക്കാം, റാപ്പറിൽ കൊടുക്കാം, സൗണ്ട് ആക്കാം, പിക്ചേഴ്സ് ആക്കാം, ഫിലിമിൽ കൊടുക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി. അതിനെയാണ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുക. അഡ്വർടൈസ്മെൻറ്റ് മീൻസ് എനി ഓഡിയോ ഓർ വിഷ്വൽ പബ്ലിസിറ്റി, representation or pronouncement made by means of any light, sound, smoke, gas, print, electronic media, internet or website, and includes through any notice, circular, label, wrapper, invoice or other documents. Second one is advertisement. First one is adulterant, that is മായം ചേർക്കൽ. സെക്കൻഡ് വൺ ഈസ് അഡ്വർടൈസ്മെൻറ്റ്, പരസ്യം ചെയ്യുക. നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ പരസ്യം ഏത് വിധത്തിൽ ചെയ്യണതിനുമാണ് അഡ്വർടൈസ്മെൻറ്റ് പറയുക. ഇറ്റ് മേ ബി വിഷ്വലി, മേ ബി ഓഡിയോ, or it may be through website. Anyway, we can advertise our products. Next one is chairperson. Chairperson means എല്ലാവർക്കും അറിയാം. chairperson is the chairperson of the food authority. ഇവിടെ chairperson എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? chairperson of the food authority. നെക്സ്റ്റ് വൺ ഈസ് ക്ലെയിം. ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവകാശവാദം. ഞങ്ങളുടെ പ്രൊഡക്റ്റിൽ ഇതുണ്ട്. അപ്പോൾ നമ്മൾ പാക്കേജ്, ഒരു ഫുഡിൻ്റെ പാക്കറ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ പുറത്ത് ഇൻഗ്രീഡിയൻസിൽ എഴുതിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അവർ എഴുതിയിട്ടുണ്ടാവും ഇറ്റ് വിൽ ബി വെരി ന്യൂട്രീഷ്യസ്, അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസിൽ അവർ എഴുതും ന്യൂട്രീൻ ചേർത്തിട്ടുണ്ട്, പ്രോട്ടീൻ ആഡഡ് സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ എഴുതും. അപ്പോൾ അതിനെയാണ് ക്ലെയിം എന്ന് പറയുക. ദാറ്റ് മീൻസ് ഒരു അവകാശം, നമുക്ക് അതുണ്ട് ഇതുണ്ട് എന്നുള്ള ഒരു അവകാശത്തിനാണ് ക്ലെയിം എന്ന് പറയുക. മീൻസ് എനി റെപ്രസെൻറ്റേഷൻ വിച്ച് സ്റ്റേറ്റ്സ്, സജസ്റ്റ് ഓർ ഇംപ്ലൈസ് ദാറ്റ് എ ഫുഡ് ഹാസ് പെർട്ടിക്കുലർ ക്വാളിറ്റീസ്, ദാറ്റ് ഈസ് ക്ലെയിം. നെക്സ്റ്റ് വൺ ഈസ് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി. കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി മീൻസ് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി. പക്ഷേ അതിലെന്താണ്? അത് അപ്പോയിൻറ്റ് ചെയ്യണം. സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അണ്ടർ സെക്ഷൻ 30. അപ്പോൾ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ഇസ് അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 30. ഓർത്ത് വെച്ചോളൂ. നെക്സ്റ്റ് വൺ ഈസ് കൺസ്യൂമർ. കൺസ്യൂമർ മീൻസ് വാട്ട് ഈസ് മീനിങ് ഓഫ് കൺസ്യൂമർ? സാധനങ്ങൾ മേടിക്കണവരൊക്കെ കൺസ്യൂമർ. നമ്മൾ കേട്ടില്ലേ കൺസ്യൂമർ ഇസ് ദ കിങ് എന്നൊക്കെ പറയില്ലേ? അപ്പോൾ എന്താണ് കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ? പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഫുഡ് വാങ്ങുന്ന ആളുകളെയൊക്കെ കൺസ്യൂമർ എന്ന് പറയും. കൺസ്യൂമർ മീൻസ് പേഴ്സൺസ് ആൻഡ് ഫാമിലീസ് പർച്ചേസിങ് ആൻഡ് റിസീവിങ് ഫുഡ് ഇൻ ഓർഡർ ടു മീറ്റ് ദെയർ പേഴ്സണൽ നീഡ്സ്. അതിനെയാണ് കൺസ്യൂമർ എന്ന് പറയുക. അപ്പോൾ ഇത്രയും പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. ഫസ്റ്റ് അഡൾട്ടറൻറ്റ്, സെക്കൻഡ് വൺ ഈസ് അഡ്വർടൈസ്മെൻറ്റ്, തേർഡ് വൺ ഈസ് ചെയർപേഴ്സൺ, നെക്സ്റ്റ് വൺ ഈസ് ക്ലെയിം,
നെക്സ്റ്റ് വൺ ഈസ് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി, ദെൻ കൺസ്യൂമർ. ഇപ്പോൾ സി ആണ് കേട്ടോ, നമ്മൾ എ കഴിഞ്ഞു, ബി ഇല്ലാത്തതുകൊണ്ട് സി സ്റ്റാർട്ട് ചെയ്തു. അതായത് അഡൾട്ടറൻ്റ് അഡ്വർടൈസ്മെൻറ്റ് എയിൽ വരും, ബിയിലൊന്നുമില്ല, ഡെഫിനിഷൻസ് ഇല്ല. സിയിലാണുള്ളത് ചെയർപേഴ്സൺ, ക്ലെയിം, കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി, കൺസ്യൂമർ. നെക്സ്റ്റ് വൺ ഈസ് കണ്ടാമിനൻറ്റ്. കണ്ടാമിനൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അഡൾട്ടറൻ്റുമായിട്ടുള്ള ഡിഫറൻറ്റ് എന്താ? അഡൾട്ടർ എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് മായം ചേർക്കൽ. മായം ചേർക്കുക എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടിയോ, ഫ്ലേവറോ അല്ലെങ്കിൽ തൂക്കം കൂട്ടാൻ വേണ്ടിയോ കള്ളത്തരങ്ങൾ ചെയ്യുക. പക്ഷേ കണ്ടാമിനൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഹാംഫുൾ, ബിക്കോസ് അതിലൊരു വിഷാംശം ഇവർ അറിഞ്ഞോ അറിയാതെയോ ചേർക്കണതിനെയാണ് എന്ത് പറയുക? Contaminant. Means any substance whether or not added to food but which is present in such food as a result of the production, manufacture, processing, preparation, treatment, packing, packaging, transport or holding of such food or as result of environmental contamination and does not include insect fragment, rodent hairs and other extraneous matter. അതായത് ഇത് കാരണം കണ്ടാമിനേഷൻ, ഇത് കാരണം വല്ലതും എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ വരിക, അല്ലെങ്കിൽ അത് എന്തെങ്കിലും മാനുഫാക്ചറിങ് ടൈമിലോ പ്രോസസ്സിങ് ടൈമിലോ ഇപ്പോൾ ഫാക്ടറീസിൽ നിന്നുള്ള പുക അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിന് എന്ത് പറ്റും? എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഇത് ഏത് ടൈമിലായും, ഡ്യൂറിങ് പാക്കേജിങ് ടൈമിലായിരിക്കാം, അല്ലെങ്കിൽ ഡ്യൂറിങ് അത് എടുക്കണ സമയത്തായിരിക്കും, എങ്ങനെയെങ്കിലും അത് കണ്ടാമിനേറ്റഡ് ആയിക്കഴിഞ്ഞാൽ, സറൗണ്ട്സ് കണ്ടാമിനേറ്റഡ് ആയാലോ അങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് കണ്ടാമിനൻറ്റ് എന്ന് പറയുക. മനസ്സിലായോ? അപ്പോൾ അഡൾട്ടറൻറ്റും കണ്ടാമിനൻറ്റും ആയിട്ടുള്ള വ്യത്യാസം അറിയാമല്ലോ. അഡൾട്ടറൻറ്റ് മീൻസ് that is added some flavors or colors for the food. അത് മായം ചേർക്കലാണ്. പക്ഷേ കണ്ടാമിനേഷൻ ഈസ് നോട്ട് അഡൾട്ടറൻറ്റ്, ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്, ബിക്കോസ് അത് പ്രോസസ്സിങ് ടൈമിലോ മാനുഫാക്ചറിങ് ടൈമിലോ ഒക്കെ ചേർക്കണം. അത് കാരണം ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളിൽ വിഷം വരുന്നതിനെയാണ് കണ്ടാമിനൻറ്റ് എന്ന് പറയുക. നെക്സ്റ്റ് വൺ ഈസ് ഡെസിഗ്നേറ്റഡ് ഓഫീസർ. ഡെസിഗ്നേറ്റഡ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അപ്പോയിൻറ്റ് ചെയ്യണ സെക്ഷൻ ഓർക്കണം, 36. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിയുടെ സെക്ഷൻ ഏതായിരുന്നു? 30. ഇത് 36 ഡെസിഗ്നേറ്റഡ് ഓഫീസർ. നെക്സ്റ്റ് വൺ ഈസ് എക്സ്ട്രാനിയസ് മാറ്റർ എന്ന് പറഞ്ഞാൽ ഈ മായം ചേർക്കാൻ വേണ്ടി യൂസ് ചെയ്യണത്. എക്സ്ട്രാനിയസ് മാറ്റർ മീൻസ് എനി മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എൻ ആർട്ടിക്കിൾ ഓഫ് ഫുഡ് വിച്ച് മേ ബി ക്യാരിഡ് ഫ്രം ദ റോ മെറ്റീരിയൽസ്, പാക്കേജിംഗ് മെറ്റീരിയൽസ് ഓർ പ്രോസസ് സിസ്റ്റംസ് യൂസ്ഡ് ഫോർ ഇറ്റ്സ് മാനുഫാക്ചർ or which is added to it but such matter does not render such article of food unsafe. അപ്പോൾ ഇതൊരിക്കലും അൺസേഫ് ആണെന്ന് പറയാൻ പറ്റില്ല ഫുഡ്, ബിക്കോസ് ഇപ്പോൾ എക്സ്ട്രാനിയസ് മാറ്റർ ആയിട്ട് ഞാൻ ഉദാഹരണത്തിന് പറയാം, നമ്മൾ അരി മേടിക്കുന്നു, അപ്പോൾ അരിയിൽ കുറേ കല്ല് പെട്ടിട്ടുണ്ട്. അപ്പോൾ കല്ല് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അൺസേഫ്, പക്ഷേ അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അഡൾട്ടറൻ്റ് ആണെങ്കിൽ ഇറ്റ്സ് അൺസേഫ്. മനസ്സിലായില്ലേ? ഇപ്പം മുളക് പൊടിയിൽ ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇഷ്ടിക പൊടി ചേർക്കണം, നമുക്കത് ഒരിക്കലും വേർതിരിക്കാൻ പറ്റില്ല, അത് ഇറ്റ്സ് അഡൾട്ടറൻറ്റ്. പക്ഷേ ഈ എക്സ്ട്രാനിയസ് മാറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കത് അൺസേഫ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇറ്റ്സ് നോട്ട് ഗുഡ്. നെക്സ്റ്റ് വൺ ഈസ് വെരി ഈസി. ഫുഡ് മീൻസ് എന്താ? എല്ലാം പാക്കഡ് ഫുഡാവാം, ഡ്രിങ്കിങ് വാട്ടർ ആയിരിക്കാം, കുട്ടികൾക്കുള്ള ഫുഡായിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി, അത് ഫുഡ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരും. ഫുഡ് മീൻസ് എനി സബ്സ്റ്റൻസ് വെദർ പ്രോസസ്ഡ്, partially processed or unprocessed which is intended for human consumption and includes primary food to the extent defined as close genetically modified engineered food or food containing such ingredients, infant food, packed drinking water, alcoholic drink, chewing gum, any substance, chocolate ആവാം, chewing gum ആവാം. അത് പ്രോസസ്ഡ് ആവണമെന്നില്ല, സെമി പ്രോസസ്ഡ് ആവാം, അൺപ്രോസസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിരിക്കാം. ഇപ്പോൾ ഒരു ഫിഷ്, നമ്മൾ ഫിഷിനെ പിടിക്കുന്നു, അപ്പോൾ ഫിഷ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫുഡ്. അത് ഫിഷ് നമ്മൾ വറുത്ത് അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ മാത്രമല്ല അത് ഫുഡായി മാറുന്നുള്ളൂ. അതിൻ്റെ ഫസ്റ്റ് പ്രൈമറി സ്റ്റേജ് തൊട്ട് ഇറ്റ്സ് നോൺ ആസ് ഫുഡ്. അതാണ് ഈ ഫുഡ് ടെക്നോളജിയിലുള്ള ഡെഫിനേഷൻ. മനസ്സിലായോ? അപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞാൽ വാട്ട് എവർ ഇറ്റ് മേ ബി, അത് ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ആയിരിക്കാം, ടീ കോഫി ആയിരിക്കാം, ബിവറേജസ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി, അത് ഫുഡിലാണ് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ അടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ ഫുഡ് അഡിറ്റീവ്. ഫുഡ് അഡിറ്റീവ് എന്ന് പറഞ്ഞാൽ ഫുഡിന് എന്തെങ്കിലും ഇപ്പോൾ കളറാണെങ്കിലോ അല്ലെങ്കിൽ അതിന് ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടൊക്കെ ചേർക്കണ ആഡ് ചെയ്യുന്ന സാധനങ്ങളാണ് ഫുഡ് അഡിറ്റീവ് എന്ന് പറയുക. അപ്പോൾ അത് അൺസേഫ് ആണോ സേഫ് ആണോ എന്നല്ല, ബിക്കോസ് എന്ത് ആഡ് ചെയ്താലും ഇറ്റ്സ് അഡിറ്റീവ്. Food additive means any substance not normally consumed as a food by itself or used by a typical ingredient of the food, whether or not it has nutritive value, the intentional addition of which to food for a technological purpose in the manufacture, processing, preparation, treatment, packing, packaging, transfer, holding of such food results or may be reasonably expected to result
അതായത് വാട്ടെവർ എന്ത് സബ്സ്റ്റൻസ് ഫുഡിൽ ആഡ് ചെയ്താലും അതിനെ എന്താ പറയുക, ഫുഡ് അഡിറ്റീവ്. അപ്പോൾ ഫുഡ് അഡിറ്റീവിന് ഏത് ടൈമിലെന്നില്ല, ഏത് ടൈമിൽ, പാക്കേജിങ് ടൈമിലായിരിക്കാം, ട്രാൻസ്പോർട്ടേഷൻ ടൈമിലായിരിക്കാം, അപ്പോൾ എന്ത് ചേർത്താലും അതിനെ എന്ത് പറയും, ഫുഡ് അഡിറ്റീവ്. നെക്സ്റ്റ് വൺ ഈസ് ഫുഡ് അനലിസ്റ്റ്. ആ ഫുഡ് അനലൈസ് ചെയ്യണ ഒരാളുണ്ടായിരിക്കും, അയാളെയാണ് ഫുഡ് അനലിസ്റ്റ് എന്ന് പറയുന്നത്. ആ അനലിസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സെക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, സെക്ഷൻ 45. ഞാനിപ്പോൾ 3 സെക്ഷനാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് സെക്ഷൻ 30, പിന്നെ സെക്ഷൻ 36 പറഞ്ഞു, ഇപ്പോൾ സെക്ഷൻ 45 പറഞ്ഞു. ഇതെല്ലാം ഓരോ അപ്പോയിൻമെൻറ്റ്സ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഫുഡ് അതോറിറ്റി. ഫുഡ് അതോറിറ്റി മീൻസ് ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ സെക്ഷൻ 4. ഫുഡ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് സേഫ്റ്റിയും സ്റ്റാൻഡേർഡിനൊക്കെ അളക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ് അത്. അത് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള സെക്ഷൻ അണ്ടർ സെക്ഷൻ 4. നെക്സ്റ്റ് വൺ ഈസ് ഫുഡ് ബിസിനസ്. ഫുഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ബിസിനസ് ചെയ്യണതിനെയാണ് ഫുഡ് ബിസിനസ് എന്ന് പറയാം. അതെന്തൊക്കെയായിരിക്കാം, മാനുഫാക്ചറിങ് ആയിരിക്കാം, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് കളക്ടിങ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഫുഡ് പ്രോസസ്സിങ് ആയിരിക്കാം, വാട്ടെവർ എന്തായാലും അതിനെയാണ് ഫുഡ് ബിസിനസ്. മനസ്സിലായോ? Food business means any undertaking, whether for profit or not, and whether public or private, carrying out any of the activities related to any stage of manufacture, processing, packaging, storage, transportation, distribution of food. Important include food service, catering service, sale of food or food ingredients. അപ്പോൾ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്, അത് പ്രോഫിറ്റിന് വേണ്ടിയായിരിക്കാം, ഫ്രീ ആയിട്ടായിരിക്കാം, അല്ല എന്തുതന്നെയായാലും അതിനെ എന്താ പറയുക, ഫുഡ് ബിസിനസ് എന്നാണ് പറയുക. ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ. ഈ ഫുഡ് ബിസിനസ് നടത്തുന്ന ആളെയാണ് എന്ത് പറയുക, ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ. ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിരിക്കാം. അപ്പോൾ ഫുഡ് ബിസിനസ് നടത്താൻ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ. Food business operator in relation to food business means a person by whom the business is carried on or owned and is responsible for ensuring the compliance of this act, rules and regulations made thereunder. അപ്പോൾ ആ ഫുഡ് ബിസിനസ് നടത്തുന്ന ഓപ്പറേറ്റർക്കായിരിക്കും ആ ബിസിനസ്സിൻ്റെ, അയാൾ നടത്തുന്ന ബിസിനസ്സിൻ്റെ എല്ലാ ചുമതല. ഇപ്പം എന്തെങ്കിലും കംപ്ലയിൻസ് വന്നാലും എല്ലാം അയാൾക്കായിരിക്കും അതിൻ്റെ ഉത്തരവാദിത്തം. നെക്സ്റ്റ് വൺ ഈസ് ഫുഡ് ലബോറട്ടറി. അത് എല്ലാവർക്കും അറിയാം. ഫുഡിനെ പറ്റിയിട്ട്, ഫുഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ഫുഡ് ടെസ്റ്റ് ചെയ്യണ ലാബ്സിനെയാണ് ഫുഡ് ലബോറട്ടറി എന്ന് പറയുക. അപ്പോൾ ഇതിൽ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു ഫുഡ് ലബോറട്ടറിയിൽ ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് മീൻസ് എനി ഫുഡ് ലബോറട്ടറി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ സെൻട്രൽ ഓർ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ എനി അതർ ഏജൻസി ആൻഡ് അക്രഡിറ്റഡ് ബൈ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് for testing and calibration laboratories or an equivalent accreditation agency recognized by the Food Authority under section 43. അപ്പോൾ ഇതിനുള്ള ലാബ്സ് ഈ ഫുഡ് അക്രഡിറ്റേഷൻ ആക്റ്റിൽ വരുന്നതാണ്. ആ സെക്ഷനാണ് 43. അപ്പോൾ അതിൻ്റെ കീഴിലാണ് ലാബ് പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫുഡ് സേഫ്റ്റി. ഫുഡ് സേഫ്റ്റി മീൻസ് എനി സബ്സ്റ്റൻസ് അഷ്യൂറൻസ് ദാറ്റ് ഫുഡ്, ആ ഫുഡ് നമുക്കൊരു ഷ്യൂരിറ്റി കിട്ടണം, ഫുഡ് നല്ല ഗുഡ് ക്വാളിറ്റി ഫുഡാണെന്ന് കിട്ടണതിനെയാണ് ഫുഡ് സേഫ്റ്റി എന്ന് പറയുക. ഫുഡ് സേഫ്റ്റി ഓഡിറ്റ്. ഈ നല്ല സേഫായ ഫുഡാണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം, എക്സാമിൻ ചെയ്യണം. അതിനെയാണ് എന്താ പറയുക, ഫുഡ് സേഫ്റ്റി ഓഡിറ്റ്. Food safety audit means a systematic and functionally independent examination of food safety measures adopted by manufacturing units to determine whether such measures and related results meet with the objectives of food safety and the claims made in that behalf. Food safety പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരമാണോ ആ ബിസിനസ് വർക്ക് ചെയ്യണത്, മാനുഫാക്ചറിങ് കമ്പനി ശരിയായ സ്ഥലത്താണോ അല്ലെങ്കിൽ ശരിയായ രീതിയിലാണോ പ്രവർത്തിക്കുന്നത്, അവരെന്തെങ്കിലും അൺസേഫ് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസിൽ ആഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക് ഇത് റാൻഡം ചെക്ക് ചെയ്യണ ഒരു ഇതാണ് ഫുഡ് സേഫ്റ്റി ഓഡിറ്റ്. അടുത്തത് ഫുഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം മീൻസ് അഡോപ്റ്റ് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ്, ഗുഡ് ഹൈജീൻ പ്രാക്ടീസ്, ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻ്റ് ആൻഡ് സച്ച് അതർ പ്രാക്ടീസസ്. അതായത് ഫുഡ് സേഫ്റ്റി മാനേജ്മെൻറ്റിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹൈജീനിക് ആയിട്ടാണോ, എല്ലാം പ്രോപ്പറായിട്ടാണോ ഫുഡ് പ്രോസസ്സിങ് അല്ലെങ്കിൽ ഫുഡ് മാനുഫാക്ചറിങ് നല്ല രീതിയിലാണോ പോകുന്നത് എന്നുള്ള ഇത് മാനേജ് ചെയ്യുന്ന ഒരു ഇതാണ് ഫുഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നുള്ള ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഫുഡ് സേഫ്റ്റി ഓഫീസർ. നിങ്ങളൊക്കെ എഴുതാൻ പോണ എക്സാമിൻ്റെ അത് ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറഞ്ഞാൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അണ്ടർ സെക്ഷൻ 37. വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ഈ എക്സാം തന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ ആണ്. അപ്പോൾ ഈ എക്സാം ഇത് അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്താണ്, അണ്ടർ സെക്ഷൻ 37.
Next one is hazard. Hazard means biological, chemical or physical agent. ഫുഡിൽ ചേർക്കണ ബയോളജിക്കൽ, കെമിക്കൽ ഓർ ഫിസിക്കൽ ഏജൻറ്റിനെയാണ് എന്ത് പറയണത്? ഹസാർഡ്. ഹസാർഡ് മീൻസ് അതായത് ഇതിൽ എന്തെങ്കിലും വിധത്തിൽ ഫിസിക്കലായിട്ടോ ബയോളജിക്കലായിട്ടോ കെമിക്കലായിട്ടോ ആഡ് ചെയ്യുന്ന ഒരു ഏജൻറ്റ് അല്ലെങ്കിൽ ഇതിനെയാണ് എന്ത് പറയുന്നത്? ഹസാർഡ്. അപ്പോൾ ഓർത്തോളൂ, ഹസാർഡ് മീൻസ് എ ബയോളജിക്കൽ, കെമിക്കൽ ഓർ ഫിസിക്കൽ ഏജൻറ്റ് ഇൻ ഓർ കണ്ടീഷൻ ഓഫ് ഫുഡ് വിത്ത് ദ പൊട്ടൻഷ്യൽ ടു കോസ് ആൻ അഡ്വേഴ്സ് ഹെൽത്ത് എഫക്റ്റ്. കണ്ടോ, ഇതാണ് ഹസാർഡ്. നമ്മുടെ ആ ഫുഡ് കൺസ്യൂം ചെയ്താൽ നമ്മുടെ ഹെൽത്തിനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പം ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യണ ഒരു സംഭവമാണ് ഹസാർഡ്. അതായത് ഇറ്റ് മേ ബി ബയോളജിക്കൽ, ഇറ്റ് മേ ബി കെമിക്കൽ ഓർ ഇറ്റ് മേ ബി ഫിസിക്കൽ. നെക്സ്റ്റ് വൺ ഇമ്പോർട്ട്. ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യണതിനാണ് ഇമ്പോർട്ട് എന്ന് പറയാം. അപ്പോൾ ഫുഡ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഇറക്കുമതി ചെയ്താലും അതിനെ ഇമ്പോർട്ട് എന്ന് പറയും. Improvement notice. Improvement notice means a notice issued under section 32 of this act. ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ്. അത് ഏതാണ് സെക്ഷൻ എന്നുള്ളത് മാത്രമാണ് ഓർത്താൽ മതി. 32, അണ്ടർ സെക്ഷൻ 32. നെക്സ്റ്റ് വൺ ഈസ് ഇൻഫൻറ്റ് ഫുഡ് ആൻഡ് ഇൻഫൻറ്റ് മിൽക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇൻഫൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം ചെറിയ കുട്ടികൾക്കുള്ള ഫുഡും അവർക്ക് പാലിന് പകരം കൊടുക്കണത്. അപ്പം പാലിന് പകരം തന്നെ ടിൻ ഫുഡ്സ് ഉണ്ട്, ലാക്ടോജൻ, അങ്ങനെ പലതും ഉണ്ട്. അപ്പം അതൊക്കെ ഇൻഫൻറ്റ് ഫുഡ് ആൻഡ് ഇൻഫൻറ്റ് മിൽക്ക് സബ്സ്റ്റിറ്റ്യൂട്ടാണ് അടുത്തത്. അത് പറഞ്ഞാൽ എന്താണ് അർത്ഥം? whatever food consumed by the infant അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഫോർ ദ ഇൻഫൻറ്റ്, അതിനെയാണ് ഇൻഫൻറ്റ് ഫുഡ് ആൻഡ് ഇൻഫൻറ്റ് മിൽക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ആക്ട് ഉണ്ട് ഇതിന്, ഫീഡിംഗ് ബോട്ടിൽസ് ആൻഡ് ഇൻഫൻറ്റ് ഫുഡ്സ് റെഗുലേഷൻ ആക്ട്. അത് വന്നത് 1992 അപ്പോൾ അതിൻ്റെ പ്രകാരമാണ് ഇവർ ഇൻഫൻറ്റ് ഫുഡ് ഏതൊക്കെയാണെന്നുള്ളത് തരം തിരിച്ചിരിക്കണം. ഫീഡിംഗ് ബോട്ടിൽ ആൻഡ് ഇൻഫൻറ്റ് ഫുഡ് ആക്ട് 1992 പ്രകാരം ഏതൊക്കെയാണ് ഇൻഫൻറ്റ് ഫുഡ് കാറ്റഗറിയിലും ഇൻഫൻറ്റ് ഫുഡ് മിൽക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കാറ്റഗറിയിലും വരുന്നതെന്നുള്ളത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ളത് ഇൻഫൻറ്റ് ഫുഡും മിൽക്ക് സബ്സ്റ്റിറ്റ്യൂട്ടും ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഇൻഗ്രീഡിയൻറ്റ്. എല്ലാവർക്കും അറിയാം, ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫുഡ് ഐറ്റം വാങ്ങി നമ്മൾ ആ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും ഇൻഗ്രീഡിയൻസ് അല്ലേ. ഇപ്പം ബിസ്ക്കറ്റ് ആണെങ്കിൽ വീറ്റ്, മൈദ, ലൈക്ക് ദാറ്റ്. അതിനെയാണ് എന്തൊക്കെയാണോ ആ ഫുഡിൽ ആഡ് ചെയ്തിട്ടുള്ളത് അതിനാണ് ഇൻഗ്രീഡിയൻറ്റ്. ഇൻഗ്രീഡിയൻറ്റ് മീൻസ് എനി സബ്സ്റ്റൻസ് ഇൻക്ലൂഡിങ് എ ഫുഡ് അഡിറ്റീവ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓർ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ആൻഡ് പ്രസൻറ്റ് ഇൻ ദ ഫൈനൽ പ്രൊഡക്റ്റ് പോസിബിളി ഇൻ എ മോഡിഫൈഡ് ഫോം. ഇപ്പം വീറ്റ് എടുത്ത് അത് ബിസ്ക്കറ്റ് ആവണം, ആ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റിലായിരിക്കും എഴുതുക അല്ലേ, അതിലാണ് ഇൻഗ്രീഡിയൻറ്റ് എഴുതുക. അല്ലാണ്ട് ആദ്യം തന്നെ വീറ്റ് എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് എഴുതില്ല. ഒരു സാധനം മേടിച്ച് അതിൻ്റെ ലാസ്റ്റ് ഫൈനൽ എന്താണോ അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അതിൽ അഡിറ്റീവ് ആഡ് ചെയ്തിട്ടുള്ള സാധനങ്ങളെയാണ് ഇൻഗ്രീഡിയൻസ്. നെക്സ്റ്റ് വൺ ഈസ് ലേബൽ. ലേബൽ നമുക്കറിയാം, എല്ലാത്തിൻ്റെ മുകളിലും നമ്മൾ എന്താണോ എന്നുള്ളത്, അത് വേണമെങ്കിൽ ഹാൻഡ് റിട്ടൺ ആയിരിക്കാം അല്ലെങ്കിൽ പ്രിൻറ്റഡ് ആയിരിക്കാം, വാട്ടെവർ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ആ ലേബൽ അതായത് അത് മാനുഫാക്ചറുടെ ഡിസിഷനാണ്, അതിനെയാണ് ലേബൽ എന്ന് പറയുക. എന്താണ്? മീൻസ് എനി ടാഗ്, ബ്രാൻഡ്, മാർക്ക്, പിക്ടോറിയൽ ഓർ അതർ ഡിസ്ക്രിപ്റ്റീവ് മാറ്റർ, റിട്ടൺ, പ്രിൻറ്റഡ്, അങ്ങനെ മാർക്ക്ഡ് അല്ലെങ്കിൽ എംബോസ് ചെയ്ത് വെക്കാം, ഗ്രാഫിക്, എങ്ങനെയാണെങ്കിലും അതിനെയാണ് ലേബൽ എന്ന് പറയുക. നെക്സ്റ്റ് വൺ ഈസ് ലൈസൻസ്. ലൈസൻസ് സെക്ഷനിൽ വരുന്നതാണ് 31. ലൈസൻസ് മീൻസ് എ ലൈസൻസ് ഗ്രാൻഡഡ് അണ്ടർ സെക്ഷൻ 31. നമുക്ക് ഫുഡ് സേഫ്റ്റിക്ക് അല്ലെങ്കിൽ ഫുഡിൻ്റെ ലൈസൻസ് കിട്ടിയാൽ മാത്രമേ നമുക്കൊരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ലൈസൻസ് കിട്ടണം, ആ സെക്ഷൻ 31. നെക്സ്റ്റ് വൺ ഈസ് ലോക്കൽ ഏരിയ. ലോക്കൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടൗൺ ആയാലും, ഇപ്പോൾ നമ്മൾ ലോക്കൽ എന്ന് പറയുമ്പോൾ വില്ലേജ് എന്ന് വരിക അല്ല, ടൗൺ ആണെങ്കിലും വില്ലേജ് ആണെങ്കിലും വാട്ടെവർ, അർബൺ ഓർ റൂറൽ ആണെങ്കിലും ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി നിശ്ചയിക്കണ നോട്ടിഫൈ ചെയ്യണ സ്ഥലത്തിനെയാണ് ലോക്കൽ ഏരിയ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ലോക്കൽ ഏരിയ എന്ന് പറഞ്ഞാൽ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി നോട്ടിഫൈ ചെയ്യുന്ന പ്ലേസിനെയാണ് ലോക്കൽ ഏരിയ. Local area means whether urban or rural, notified by the Commissioner of Food Safety to be a local area for the purpose of this act. ഈ പറയുന്ന ഡെഫിനിഷൻസ് ഒക്കെ ഈ ആക്ടുമായിട്ട് റിലേറ്റ് ചെയ്താണ് കേട്ടോ. അടുത്തത് മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഒരു പ്രൊഡക്ഷൻ്റെ ഉൽപ്പാദനം. അപ്പോൾ എന്താണ്? മീൻസ് എ പ്രോസസ് ഓർ അഡോപ്ഷൻ ഓർ എനി ട്രീറ്റ്മെൻറ്റ് ഫോർ കൺവേർഷൻ ഓഫ് ഇൻഗ്രീഡിയൻസ് ഇൻ ടു എൻ ആർട്ടിക്കിൾ ഓഫ് ഫുഡ് വിച്ച് ഇൻക്ലൂഡ്സ് എനി സബ് പ്രോസസ് ഇൻസിഡൻ്റൽ ഓർ ആൻസിലറി ടു ദ മാനുഫാക്ചർ ഓഫ് എൻ ആർട്ടിക്കിൾ ഓഫ് ഫുഡ്. മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനം, ഒരു സാധനം ഉൽപ്പാദിപ്പിക്കണേയാണ് മാനുഫാക്ചർ. അപ്പോൾ അത്
process or adoption of any raw material into the finished product. Next one is member. Member എന്ന് പറഞ്ഞാൽ അതിൽ ആര് ചെയർപേഴ്സൺ തൊട്ട് എല്ലാവരും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. മെമ്പർ മീൻസ് മെമ്പർ ഓഫ് ദ ഫുഡ് അതോറിറ്റി ആൻഡ് ഇൻക്ലൂഡ്സ് എ ചെയർപേഴ്സൺ. നെക്സ്റ്റ് വൺ ഈസ് നമ്മൾ ആദ്യം പറഞ്ഞു നമ്മളൊരു ഫുഡ് ഇപ്പം അഡിറ്റീവ് ചേർക്കുമ്പോൾ ചിലപ്പോൾ മിസ് ബ്രാൻഡ് ആയിരിക്കും അങ്ങനെ പറഞ്ഞു. അപ്പം വാട്ട് ഇസ് മിസ് ബ്രാൻഡഡ്? മിസ് ബ്രാൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൽ വരുന്നത്? മിസ് ബ്രാൻഡഡ് ഫുഡ് മീൻസ് an article of food if it is purported or it is represented to be or it's being offered or promoted for sale with false, misleading or deceptive claims either. അതായത് തെറ്റായി ആളുകളെ ധരിപ്പിക്കുക, തെറ്റിദ്ധാരണ വരുത്തുക, അങ്ങനെയുള്ളത് എന്നിട്ട് ഫുഡ് വിൽക്കുക. അപ്പോൾ ഏതൊക്കെയാണ് അതിൽ വരിക? അപ്പോൺ ദ ലേബൽ ഓഫ് ദ പാക്കേജ്, പാക്കേജിൻ്റെ മുകളിൽ തെറ്റായി എഴുതുക. മനസ്സിലായോ? ഉള്ളിലെ പ്രൊഡക്റ്റ് ആയിരിക്കില്ല, പുറത്ത് എഴുതേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം തെറ്റായിട്ട് എഴുതുക. അല്ലെങ്കിൽ ത്രൂ അഡ്വർടൈസ്മെൻറ്റ് തെറ്റായിട്ട് പരസ്യം കൊടുക്കുക, പ്രൊഡക്റ്റിനെ പറ്റി തെറ്റായി ആളുകളിൽ പ്രചരിപ്പിക്കുക. സോൾഡ് ബൈ എ നെയിം വിച്ച് ബിലോങ്സ് ടു അനദർ ആർട്ടിക്കിൾ ഓഫ് ഫുഡ്, വേറെ ഏതെങ്കിലും ഫുഡിൻ്റെ പേര് പറഞ്ഞിട്ട് ഈ ഫുഡ് വിൽക്കുക. offered or promoted for sale under the name of a fictitious individual or company or the manufacturer or producer of the article as born on the package or containing the article or label on such package. അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും പ്രൊഡക്ട്സിൻ്റെ പേരെടുത്തിട്ട് നമ്മുടെ പാക്കറ്റിൽ എഴുതി വയ്ക്കുക. ഇതൊക്കെ ചെയ്യണത് എന്താണ്? മിസ് ബ്രാൻഡഡ്. If the article is sold in packages which have been sealed or prepared by your instance of manufacturer or producer bearing his name and address, but അപ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും, പക്ഷെ അതെല്ലാം തെറ്റായിരിക്കും. അങ്ങനെ തെറ്റായിട്ട് ഈ പ്രൊഡക്റ്റിനെ മിസ് ബ്രാൻഡിങ് എന്ന് പറയും. മനസ്സിലായില്ലേ? Article is an imitation of or a substitute for or a resemble in a manner likely to deceive another article of food under the name of which it is sold and is not plainly and conspicuously labeled so as to indicate its true character, or the package containing the article or the label of the package bears any സ്റ്റേറ്റ്മെൻറ്റ് ഡിസൈൻ ഓർ ഡിവൈസ് റിഗാർഡിംഗ് ദ ഇൻഗ്രീഡിയൻസ്. അതായത് ഇൻഗ്രീഡിയൻസ് പുറത്തൊന്ന് എഴുതും, പക്ഷേ ഉള്ളിലുള്ളത് വേറെ ആയിരിക്കും. പുറത്ത് എഴുതുന്ന സാധനമേ ആയിരിക്കില്ല ചിലപ്പോൾ ഉള്ളിൽ. അല്ലെങ്കിൽ പുറത്ത് ഒരു പേരെഴുതി, അത് ഓൾറെഡി ഒരു കമ്പനിക്കുള്ള പേരാണ്, അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് എഴുതുക, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുക. ഇതൊക്കെ എന്താണ്? മിസ് ബ്രാൻഡിങ്ങിൽ വരും. മനസ്സിലായോ? പിന്നെ ഇഫ് ദ ആർട്ടിക്കിൾ കണ്ടെയ്ൻഡ് ദ പാക്കേജ് കണ്ടെയ്ൻസ് എനി ആർട്ടിഫിഷ്യൽ ഫ്ലേവറിംഗ്, കളറിംഗ് ഓർ കെമിക്കൽ പ്രിസർവേറ്റീവ് ആൻഡ് ദ പാക്കേജ് ഈസ് വിത്തൗട്ട് എ ഡിക്ലറേറ്ററി ലേബൽ സ്റ്റേറ്റിംഗ് ദാറ്റ് ഫാക്ട്. അപ്പോൾ നമ്മളൊരു കളറോ അല്ലെങ്കിൽ ഒരു ഫ്ലേവറോ ചേർത്തു, പക്ഷെ അതിനെക്കുറിച്ച് ആ പാക്കറ്റിൽ ഒന്നും എഴുതിയില്ലെങ്കിൽ അത് മിസ് ബ്രാൻഡിങ് ആണ്. അപ്പം മിസ് ബ്രാൻഡിങ്ങിൽ കുറേ കാറ്റഗറീസ് വരുന്നുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ പലതും ആയിരിക്കാം. അപ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ടായിരിക്കില്ല, അല്ലെങ്കിൽ അതിൽ ആഡ് ചെയ്ത ഫ്ലേവേഴ്സ് അല്ലെങ്കിൽ ആഡ് ചെയ്ത ഒരു കാര്യങ്ങളും പറയാതിരിക്കുക, അല്ലെങ്കിൽ ഇവിടെ അല്ല ഇപ്പം ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തൊരു കാര്യമായിരിക്കും, പക്ഷേ പുറത്ത് ഇത് മെയ്ഡ് ഇൻ USA അങ്ങനെ എഴുതുക. ഇതെല്ലാം മിസ് ബ്രാൻഡിങ്ങിൽ വരും. മനസ്സിലായോ? ഇത് അഡൾട്രേഷനിലല്ല, അല്ലെങ്കിൽ ഹസാർഡ് അല്ല, ഇത് എന്താണ്? മിസ് ബ്രാൻഡിങ്. അതായത് ലേബലിലോ പാക്കേജിങ്ങിലോ ഒക്കെയുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനെയാണ് മിസ് ബ്രാൻഡിങ് എന്ന് പറയുക. പിന്നെ അടുത്തത് നോട്ടിഫിക്കേഷൻ. നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നോട്ടിഫിക്കേഷൻ മീൻസ് എ നോട്ടിഫിക്കേഷൻ പബ്ലിഷ്ഡ് ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ്. ഒഫീഷ്യൽ ഗസറ്റിൽ കൊടുക്കുന്ന അറിയിപ്പുകൾ, അതിനെയാണ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുക. ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള എല്ലാ അറിയിപ്പുകളെയും നോട്ടിഫിക്കേഷൻസ്, അത് പബ്ലിക് ഗസറ്റിൽ കൊടുത്തിരിക്കണം. പാക്കേജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പാക്ക് ചെയ്യുക. എങ്ങനെയൊക്കെ പാക്ക് ചെയ്യാം? ബോക്സിലായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ പേപ്പറിലായിരിക്കാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസിലായിരിക്കാം, എന്തെങ്കിലും വിധത്തിൽ പാക്ക് ചെയ്യണതിനാണ് പാക്കേജ്. പാക്കേജ് മീൻസ് എ പ്രീ പാക്ക്ഡ് ബോക്സ്, ബോട്ടിൽ, casket, tin, barrel, case, pouch, sack, bag, wrapper or such other things in which an article of food is packed. അത്രയും ഓർത്താൽ മതി. an article of food is packed, അതിനെയാണ് പാക്കേജ് എന്ന് പറയുക. നെക്സ്റ്റ് വൺ ഈസ് പ്രിമൈസസ്. പ്രിമൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം. അതെവിടെ ആയിരിക്കാം? ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം മാത്രമല്ല, എല്ലാം. അതായത് ഒരു ട്രെയിനിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ ഫുഡ് സെർവ് ചെയ്യണോ അതെല്ലാം എന്താണ്? പ്രിമൈസസ് ആയിട്ടാണ് ഈ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. പ്രിമൈസസ് ഇൻക്ലൂഡ് എനി ഷോപ്പ്, സ്റ്റോൾ,
ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, എയർലൈൻ സർവീസ് ആൻഡ് ഫുഡ് വാട്ടെവർ ഫുഡ് ക്യാൻറ്റീൻസ് ആവാം, എന്തായാലും അതിനെല്ലാം എന്താ പറയുക, പ്രിമൈസസ്. നെക്സ്റ്റ് വൺ ഈസ് പ്രിസ്ക്രൈബ്ഡ്. പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിസ്ക്രൈബ്ഡ് മീൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ റൂൾസ് മെയ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള റൂൾസിനെയാണ് എന്ത് പറയുക, പ്രിസ്ക്രൈബ്ഡ്. അപ്പം അതിപ്പോൾ എല്ലാത്തിലും അങ്ങനെ തന്നെ പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ പ്രിസ്ക്രൈബ്. പക്ഷേ ഇവിടെ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള റൂൾസിനെയാണ് പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുക. നെക്സ്റ്റ് വൺ ഈസ് പ്രൈമറി ഫുഡ്. പ്രൈമറി ഫുഡ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഫുഡ്, മനസ്സിലായോ? അപ്പം ഉദാഹരണം എടുക്കാം, ഒരു ഫിഷർമാൻ എടുക്കണോണ്ട് ഫിഷർമാൻ്റെ കയ്യിലത്തെ കാര്യമല്ല പറയാം, നമ്മുടെ കയ്യിൽ ആ ഫിഷ് കിട്ടുമ്പോൾ അതിനെയാണ് പ്രൈമറി ഫുഡ് എന്ന് പറയുക. മനസ്സിലായോ കാര്യം? അപ്പം അല്ലെങ്കിൽ ഒരു വീറ്റ് ഫാമർ കൃഷിയിടത്തുനിന്ന് എടുക്കുമ്പം അത് പ്രൈമറി ഫുഡല്ല, നമ്മുടെ കയ്യിൽ അത് വീറ്റായിട്ട് കിട്ടുമ്പോൾ നമ്മൾ എന്തോരം കൺസ്യൂമറിൻ്റെ കയ്യിൽ കിട്ടണതിനെയാണ് പ്രൈമറി ഫുഡ്. അപ്പോൾ പ്രൈമറി ഫുഡ് മീൻസ് എൻ ആർട്ടിക്കിൾ ഓഫ് ഫുഡ് ബീയിങ് എ പ്രൊഡ്യൂസ് ഓഫ് അഗ്രികൾച്ചർ ഓർ ഹോർട്ടിക്കൾച്ചർ ഓർ എനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ് ഓർ വാട്ട് എവർ ഇറ്റ് മേ ബി ഇൻ ഇറ്റ്സ് നാച്ചുറൽ ഫോം. അതിനെയാണ് അത് ആ നാച്ചുറൽ ഫോം അതർ ദാൻ ദ ഫാമർ ഓർ ഫിഷർമാൻ്റെ കയ്യിൽ, അവരുടെ കയ്യിലുള്ളപ്പോൾ അതിനെ പ്രൈമറി ഫുഡല്ല. മനസ്സിലായോ? അവരുടെ കയ്യിൽ അവരത് പിടിക്കണോ, ഇത് നമ്മുടെ കയ്യിൽ നിന്ന് എത്തുമ്പോൾ അതിനെന്താണ് പ്രൈമറി ഫുഡ്, ബിക്കോസ് നമ്മൾ കൺസ്യൂമേഴ്സാണ്, വി ആർ കൺസ്യൂമിങ് ഇറ്റ്. അപ്പോൾ അത് ദാറ്റ് ഈസ് നോൺ ആസ് പ്രൈമറി ഫുഡ്. എനി പ്രൊഡക്ട്സ് ഇൻ ഇറ്റ്സ് നേച്ചർ ഫോം അതിനെയാണ് പ്രൈമറി ഫുഡ്. നെക്സ്റ്റ് വൺ പ്രൊഹിബിഷൻ ഓർഡർ. പ്രൊഹിബിഷൻ ഓർഡർ അണ്ടർ 33 ആണ് കേട്ടോ സെക്ഷൻ. Prohibition order means an order issued under the section 33 of this act. നെക്സ്റ്റ് വൺ ഈസ് റിസ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപകടങ്ങൾ. ഇപ്പോൾ നമുക്കൊരു ഫുഡിൽ എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് നോക്കാം. Risk in relation to any article of food means the probability of an adverse effect on the health of the consumers of such food and severity of that effect consequential to a food hazard. അതായത് ഇത് ഫുഡ് ഹസാർഡ് പോലെ തന്നെ. ഫുഡ് ഹസാർഡ് എന്ന് പറഞ്ഞാലും നമ്മുടെ ഹെൽത്ത് പ്രോബ്ലംസ് വരും. അതിൽ ഫിസിക്കൽ കെമിക്കൽ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കതിന് ഹെൽത്ത് പ്രോബ്ലംസ് വരും. അതുപോലെ തന്നെയാണ് റിസ്ക്കും. റിസ്ക് എന്താണ്? ഇറ്റ് മേ ബി ഓൾസോ എഫക്റ്റഡ് ടു അവർ ഹെൽത്ത്. അപ്പോൾ പിന്നെ റിസ്ക് അനാലിസിസ്, അത് റിസ്ക് ഉണ്ടോയെന്ന് അനലൈസ് ചെയ്യണതിനാണ് റിസ്ക് അനാലിസിസ് എന്ന് പറയുക. ഇൻ റിലേഷൻ ടു എനി ആർട്ടിക്കിൾ ഓഫ് ഫുഡ് മീൻസ് എ പ്രോസസ് കൺസിസ്റ്റിംഗ് ഓഫ് 3 കോമ്പണൻറ്റ്സ്: റിസ്ക് അസസ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് റിസ്ക് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഒരു ഫുഡിനെ അതിൻ്റെ ഫുഡ് സേഫ്റ്റിയിൽ 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് റിസ്ക്കുമായിട്ട് ബന്ധപ്പെട്ടത്. എഴുതി വേണമെങ്കിൽ വെച്ചോളൂ. റിസ്ക് അസസ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് റിസ്ക് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഫസ്റ്റ് റിസ്ക് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസ്ക് അസസ്മെൻറ്റ് മീൻസ് എ സയൻറ്റിഫിക്കലി ബേസ്ഡ് പ്രോസസ് കൺസിസ്റ്റിംഗ് ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. അതിനെ അഗെയിൻ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ, അതിൽ ഹസാർഡ്സ് ഉണ്ടോയെന്ന് തിരിച്ചറിയുക. ഹസാർഡ് ക്യാരക്ടറൈസേഷൻ, അത് ഏത് ടൈപ്പിലുള്ള ഹസാർഡാണ് കണ്ടുപിടിക്കുക. എക്സ്പോഷർ അസസ്മെൻറ്റ് ആൻഡ് റിസ്ക് ക്യാരക്ടറൈസേഷൻ, ഈ അസസ്മെൻറ്റ് എല്ലാവരെയും അറിയിക്കുക. അതുപോലെ തന്നെ റിസ്ക് ക്യാരക്ടറൈസേഷൻ, അത് ഏത് ടൈപ്പ് റിസ്ക് ആണ്, ഹെവി റിസ്ക് ആണോ, ഹൈ റിസ്ക് ആണോ, ലോ റിസ്ക് ആണോ എന്നുള്ളത് ക്യാരക്ടറൈസ് ചെയ്യുക. മനസ്സിലായോ? അപ്പം റിസ്കിൽ വരുന്നതാണ് എന്തൊക്കെ? റിസ്ക് അസസ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് റിസ്ക് കമ്മ്യൂണിക്കേഷൻ. ആ റിസ്ക് അസസ്മെൻറ്റിൽ വരുന്ന അടുത്ത ഘടകങ്ങളൊക്കെ എന്താണ്? ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ, ഹസാർഡ് ക്യാരക്ടറൈസേഷൻ, എക്സ്പോഷർ അസസ്മെൻറ്റ് ആൻഡ് റിസ്ക് ക്യാരക്ടറൈസേഷൻ. അടുത്തത് റിസ്ക് കമ്മ്യൂണിക്കേഷൻ. ഇതിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ, റിസ്കിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ പാസ് ചെയ്യണതിനാണ് റിസ്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. റിസ്ക് കമ്മ്യൂണിക്കേഷൻ മീൻസ് ദ ഇൻറ്ററാക്റ്റീവ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ഒപ്പീനിയൻസ് ത്രൂ ഔട്ട് ദ റിസ്ക് അനാലിസിസ് പ്രോസസ് കൺസേണിങ് റിസ്ക്സ്. മനസ്സിലായോ? അപ്പോൾ റിസ്ക് കമ്മ്യൂണിക്കേഷൻ മീൻസ് ദ ഇൻറ്ററാക്റ്റീവ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു റിസ്ക്. അടുത്തത് റിസ്ക് മാനേജ്മെൻറ്റ്. ഈ റിസ്ക് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം? റിസ്ക് മാനേജ്മെൻറ്റ് മീൻസ് ദ പ്രോസസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ദ റിസ്ക് അസസ്മെൻറ്റ് ഓഫ് എവാലുവേറ്റിംഗ് പോളിസി ഓൾട്ടർനേറ്റീവ്സ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഓൾ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് കൺസിഡറിംഗ് റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് അതർ ഫാക്ടേഴ്സ് റിലവൻറ്റ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത് ഓഫ് കൺസ്യൂമേഴ്സ് ആൻഡ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഫെയർ ട്രേഡ് പ്രാക്ടീസസ്.
അതിൻ്റെ ആൾക്കാരുമായിട്ട് അത് എങ്ങനെ റിസ്ക് കുറയ്ക്കാം എന്നുള്ളതിന് ആളുകളുടെ ജനങ്ങളുടെ ഹെൽത്തിന് അതെങ്ങനെ എഫക്റ്റ് ചെയ്യാതിരിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് അത് മാനേജ് ചെയ്യണതിനെയാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുക. നെക്സ്റ്റ് വൺ ഈസ് സെയിൽ. അത് എല്ലാവർക്കും അറിയാം. വിൽപ്പന അത് സ്മോൾ സ്കെയിലാവാം, നമുക്ക് വീട്ടിലിരുന്ന് വിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോയി കടകളിൽ കൊടുക്കാം. ഏത് വിൽപ്പനയായാലും അതിനെ സെയിൽ എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. സെയിൽ വിത്ത് ഇറ്റ്സ് ഗ്രാമറ്റിക്കൽ വേരിയേഷൻസ് ആൻഡ് cognate expressions means the sale of any article of food, whether for cash or on credit or by the way of exchange, and whether by wholesale or retail. നമുക്ക് പ്രോഫിറ്റിനായിരിക്കാം, ക്യാഷ് ഓർ ക്രെഡിറ്റിനായിരിക്കാം, കട ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഹോൾസെയിൽ ആവാം, റീറ്റെയിൽ ആവാം. എന്തുതന്നെയായാലും സെയിൽ എന്ന് പറഞ്ഞാൽ ഓൺലി വിൽപ്പന. നെക്സ്റ്റ് സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത് അതിനകത്ത് മായമുണ്ടോയെന്നൊക്കെ അറിയണമെങ്കിൽ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് ലാബിലേക്ക് അയക്കും അല്ലേ. അപ്പോൾ അതാണ് സാമ്പിൾ മീൻസ് എ സാമ്പിൾ ഓഫ് എനി ആർട്ടിക്കിൾ ഓഫ് ഫുഡ് ടേക്കൺ അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ഓർ എനി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മേഡ് ദർ അണ്ടർ. സാമ്പിൾ കളക്ട് ചെയ്യുക, അതിൻ്റെ ഒരു അംശം കളക്ട് ചെയ്യണതിനാണ് സാമ്പിൾസ് എന്ന് പറയുക. Next one is specified by regulations, means specified by regulations made by the food authority. Standard എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ in relation to any article of food means the standards notified by the food authority. Substandard ആയിരിക്കാം. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു ക്വാളിറ്റി, അതിനൊരു സ്റ്റാൻഡേർഡ് ഫുഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ കണക്കാക്കി വെച്ചിട്ടുണ്ട്, അതിനാണ് സ്റ്റാൻഡേർഡ്. സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞു. പക്ഷേ ഇതിലെന്താന്ന് പറഞ്ഞാൽ ഈ ഫുഡിൽ യൂണിയൻ ടെറിട്ടറിക്ക് വേണ്ടിയിട്ട് ഇൻ റിലേഷൻ ടു ദ യൂണിയൻ ടെറിട്ടറി മീൻസ് ദ അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ദ യൂണിയൻ ടെറിട്ടറി അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡൻറ്റ് അണ്ടർ ആർട്ടിക്കിൾ 239, അതിനെയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയാം. മനസ്സിലായി? ഒന്നും കൂടി പറയാം. സ്റ്റേറ്റ് ഗവൺമെൻറ് മീൻസ് in relation to union territory, the administrator of the union territory appointed by the president under article 239. union territory യൂണിയൻ ടെറിട്ടറിയുടെ അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യും. ആരെ അപ്പോയിൻറ്റ് ചെയ്യും? പ്രസിഡൻറ്റ്. അത് അണ്ടർ ഏത് സെക്ഷനാണ്? 239 ആണ് കേട്ടോ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അത് പ്രകാരം അപ്പോയിൻറ്റ് ചെയ്യണതിനാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇൻക്ലൂഡ്സ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എനി നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യൽ സബ്സ്റ്റൻസ് ഓർ അതർ മാറ്റർ വെദർ ഇറ്റ് ഈസ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ഓർ ലിക്വിഡ് സ്റ്റേറ്റ് ഓർ ഗ്യാസ് ഓർ വേപ്പർ സ്റ്റേറ്റ്. അതായത് ഏതെങ്കിലും സബ്സ്റ്റൻസ് അതിൽ എന്തെങ്കിലും, അത് ലിക്വിഡ് ഫോം ആവാം. നമ്മുടെ ഫുഡ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസ്യൂം ചെയ്യണ ഫുഡ് ഏത് രൂപമായാലും ലിക്വിഡ് ആവാം, സോളിഡ് ആയിരിക്കാം, ഗ്യാസ് ടൈപ്പോ ആയിരിക്കാം. ഏതാണെങ്കിലും അതിനെന്താ പറയുക? സബ്സ്റ്റൻസ് എന്നാണ് പറയുക. ട്രിബ്യൂണൽ, പിന്നെ ഫുഡ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യണ ഒരു കോടതി പോലെയുള്ള ഒരു സംഭവമാണ് ട്രിബ്യൂണൽ. ട്രിബ്യൂണൽ മീൻസ് ദ ഫുഡ് സേഫ്റ്റി appellate tribunal established under section 70. അപ്പോൾ ട്രിബ്യൂണൽ ഏത് സെക്ഷനിൽ വരും എന്നുള്ളതാണ് മാത്രം ഓർത്താൽ മതി. അണ്ടർ സെക്ഷൻ 70. നെക്സ്റ്റ് വൺ ഈസ് അൺസേഫ് ഫുഡ്. പേരിൽ തന്നെ കാര്യമുണ്ട്. അൺസേഫ് ഫുഡ്, സേഫ് അല്ലാത്ത ഫുഡ്. എൻ ആർട്ടിക്കിൾ ഓഫ് ഫുഡ് ഹൂസ് നേച്ചർ, സബ്സ്റ്റൻസ് ഓർ ക്വാളിറ്റി സോ എഫക്റ്റഡ് ടു റെൻഡർ ഇറ്റ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അപ്പോൾ അതിൽ തന്നെ ഈ അൺസേഫ് ഫുഡിൽ കുറേ ഡിവിഷൻസ് ഉണ്ട്. ഞാൻ വായിച്ചു തരാം. By the article itself or its package thereof, which is composed whether wholly or in part of poisonous substance. അതിൽ ചെറുതായിട്ടോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ പോയ്സണസ് കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അൺസേഫ് ഫുഡാണ്. By the article consisting wholly or in part or any filthy, pure, rotten, decomposed or diseased animal substance or vegetable substance. ഏതെങ്കിലും മൃഗങ്ങളുടെയോ വെജിറ്റബിൾസിൻ്റെയോ ഉണങ്ങിയ നശിച്ചുകൊണ്ടിരിക്കുന്ന പാർട്സ് അതിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് അൺസേഫ്. ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് അൺഹൈജീനിക് പ്രോസസ്സിങ്, അത് ഉണ്ടാക്കുന്നത് അൺഹൈജീനിക് വൃത്തിഹീനമായ സാഹചര്യപാടിലാണെങ്കിൽ ഇറ്റ്സ് അൺസേഫ്. ബൈ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എനി ഇൻഫീരിയർ ഓർ ചീപ്പർ സബ്സ്റ്റൻസ് വെദർ ഹോളി ഓർ ഇൻ പാർട്ട്, ഏതെങ്കിലും ചീപ്പർ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ അതിൽ സബ്സ്റ്റൻസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ്സ് അൺസേഫ്. By addition of the substance directly or as an ingredient which is not permitted, നമ്മൾ ബാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം അതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് അൺസേഫ്. By the abstraction wholly or in part of its constituents, അതിൽ അടങ്ങിയിട്ടുള്ള വസ്തുക്കൾ ഏതിൽ നിന്നെങ്കിലും അബ്സ്ട്രാക്ട് ചെയ്തു ഒരു സാധനം ഉപയോഗിച്ചു അതിൻ്റെ ബാക്കി വന്ന് ഇതിൽ നിന്നാണ് ഉണ്ടാക്കിയതെങ്കിൽ ഇറ്റ്സ് അൺസേഫ്.
by the article being so colored, flavored or coated, powdered or polished as to damage or conceal the article or to make it appear better or greater value than it's really it. ഒരു സാധനം അതിൻ്റെ നാച്ചുറൽ കളറിനേക്കാളും കൂടുതൽ തോന്നിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മണം കൂടുതൽ നല്ല സ്മെല്ല് തോന്നിക്കാൻ വേണ്ടിയൊക്കെ അതിൽ എന്തെങ്കിലും ഫ്ലേവേഴ്സോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സോ ആഡ് ചെയ്താൽ ഇറ്റ്സ് അൺസേഫ്. By the presence of any coloring matter or preservatives other than that specified in respect thereof. നമുക്ക് ചിലതൊക്കെ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാൻ പാടില്ലാത്ത അങ്ങനത്തെ കാര്യങ്ങൾ ഇത് ആഡ് ചെയ്താൽ ഇപ്പോൾ കളർ കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യാൻ കുറേ കാലം ഇരിക്കാൻ വേണ്ടി അതിൽ പ്രിസർവേറ്റീവ്സ് ചേർക്കും. അതെല്ലാം അൺസേഫാണ്. By the article having infected or infested with worms, ഏതെങ്കിലും വേംസോ അല്ലെങ്കിൽ ഇൻസെക്ട്സോ വന്നിട്ടുള്ള ഫുഡ് കഴിക്കരുത്. ഇറ്റ് ഈസ് അൺസേഫ്. By virtue of his being prepared, packed or kept under insanitary conditions. അത് നമ്മൾ നേരത്തെ പണ്ടു അൺഹൈജീനിക്, അതുപോലെ തന്നെ ഇൻസാനിറ്ററി കണ്ടീഷൻസിൽ ഉള്ള ഫുഡ് കഴിക്കരുത്. By virtue of his being misbranded or sub-branded or food containing extraneous matter. അളവോ തൂക്കോ കൂട്ടാൻ വേണ്ടിയിട്ട് അതിൽ ചേർക്കുന്ന എക്സ്ട്രാനിയസ് മാറ്റർ ഉള്ള ഫുഡ് അൺസേഫ്. By virtue of containing pesticides and other contaminants in excess of qualities. അതായത് പറഞ്ഞ അളവിൽ കൂടുതൽ അതിൽ എന്തെങ്കിലും പെസ്റ്റിസൈഡ്സോ അല്ലെങ്കിൽ വിഷം വല്ലതും അടിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, ഇറ്റ് ഈസ് അൺസേഫ്. ഒരു ലിമിറ്റ്, അതായത് ഇൻസെക്ട്സിനെ തുരത്താൻ വേണ്ടി കുറച്ച് ചെയ്യുക, പക്ഷെ കൂടുതലായിട്ട് എന്തെങ്കിലും അതിൽ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അൺസേഫ്. അപ്പോൾ ഇതൊക്കെയാണ് എനി റെഫറൻസ് ടു ദിസ് ആക്ട് ടു ലോ വിച്ച് ഇസ് നോട്ട് ഇൻ ഫോഴ്സ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ഇത് പറഞ്ഞത് ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റിന് മാത്രം ആപ്ലിക്കബിൾ അല്ല, അവർക്ക് വേണമെങ്കിൽ ചേഞ്ചസ് വരുത്താം. പക്ഷേ അപ്പോൾ ഇത്രയാണ് ഡെഫിനിഷൻസ്. അപ്പോൾ എല്ലാവർക്കും ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും ഡെഫിനിഷൻസ് നിങ്ങൾ ഇനിയൊന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ കിടപ്പുണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നും കൂടി വായിച്ച് നോക്കുക. അപ്പോൾ അടുത്ത വേറൊരു സെക്കൻഡ് ചാപ്റ്ററായിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ സിലബസിലുള്ളത് മാത്രമേ ഞാൻ കവർ ചെയ്യുന്നുള്ളൂ കേട്ടോ. എല്ലാം കൂടി പോയാൽ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ സിലബസിലുള്ളത് ഡെയിലി വന്ന് കുറച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ ഡെഫിനിഷൻസ് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.